ഇനി നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് PE റേഷ്യോ ആണ്, പ്രൈസ് ഏർണിംഗ് റേഷ്യോ. അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ബട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലാണ് നമ്മളത് പറയുന്നത്, ഒരു ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്. അതായത് വെൻ യു പർച്ചേസ് എ ഷെയർ ഫ്രം ദ സ്റ്റോക്ക് മാർക്കറ്റ്, ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് PE റേഷ്യോ ഈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മളുടെ കമ്പനിയുടെ മാർക്കറ്റ് ബേസ്ഡ് വാല്യുവേഷൻ അതിലാണ് വരുന്നത്. മാർക്കറ്റ് ബേസ്ഡ് വാല്യുവേഷൻ മെത്തേഡിൽ, അതായത് കമ്പനീനെ വാല്യൂ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അസറ്റ് ബേസ്ഡ് വാല്യുവേഷൻ മെത്തേഡ്സ്, മാർക്കറ്റ് ബേസ്ഡ് വാല്യുവേഷൻ മെത്തേഡ്, ക്യാഷ് ഫ്ലോ ബേസ്ഡ് മെത്തേഡ്സ്. അപ്പോൾ അതിൽ മാർക്കറ്റ് ബേസ്ഡ് വാല്യുവേഷനിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് കമ്പനിയുടെ ഷെയർ പ്രൈസ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റ് ബേസ്ഡ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊന്നാണ് PE റേഷ്യോ മെത്തേഡ്, പ്രൈസ് ഏർണിംഗ് റേഷ്യോ. അപ്പോൾ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസും ഏർണിങ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണ് PE റേഷ്യോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരെ MPS ഡിവൈഡഡ് ബൈ EPS എന്നുള്ളതാണ്. അത് നിങ്ങൾക്കറിയാം, ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് MPS ഡിവൈഡഡ് ബൈ EPS. ഓർ we can write it as total price divided by total earnings. Here total price means share price, market capitalization, and total earnings എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, അപ്പോൾ പ്രൈസും ഏർണിങ്സും തമ്മിൽ റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണ് PE റേഷ്യോ. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. രണ്ട് കമ്പനികൾ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അത് ഫസ്റ്റ് കമ്പനി, അതിൻ്റെ EPSഉം MPSഉം നമുക്ക് തന്നിട്ടുണ്ട്. EPS എന്ന് പറയുമ്പോൾ $0.60, പ്രൈസ് എന്ന് പറയുന്നത് $6 ആണ്. അപ്പോൾ അതിൻ്റെ PE റേഷ്യോ എങ്ങനെയാണ് കാണുക? MPS ഡിവൈഡഡ് ബൈ EPS എന്ന് പറയുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 0.6 എന്ന് പറയുമ്പോൾ 10 കിട്ടും. അപ്പോൾ PE റേഷ്യോ 10 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കമ്പനിയുടെ എടുക്കാം നമുക്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് EPS $0.6, സെയിം അത് തന്നെ എടുക്കാം. പ്രൈസ് $4 ആണ്. അപ്പോൾ അതിൻ്റെ PE റേഷ്യോ എങ്ങനെയാണ്? MPS ഡിവൈഡഡ് ബൈ EPS എന്ന് പറയുമ്പോൾ 4 ഡിവൈഡഡ് ബൈ 0.6 എന്ന് പറയുമ്പോൾ PE റേഷ്യോ 6 ആണ് കിട്ടുന്നത്. Here my question is, which company you are going to choose to buy share? നിങ്ങൾ ഏത് കമ്പനിയുടെ ഷെയർ ആയിരിക്കും വാങ്ങുക? അപ്പോൾ ഫസ്റ്റ് കേസിൽ, ഫസ്റ്റ് സിനാരിയോ നോക്കൂ, കുറഞ്ഞ ഏർണിങ്സിൽ മാക്സിമം പ്രൈസ് കിട്ടി. സോ അവിടെ PE റേഷ്യോ കൂടുതലായി 10 വന്നില്ലേ? അതായത് മാർക്കറ്റ് ഈ കമ്പനിക്ക് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കരുതുകയാണ്. മാർക്കറ്റ് ഈ കമ്പനിക്ക് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയുടെ പ്രൈസ് കൂടും, PE റേഷ്യോ ഹൈ ആയിരിക്കും. ഇനി സെക്കൻഡ് സിനാരിയോയിൽ സെക്കൻഡ് കമ്പനിക്ക് ഇൻവെസ്റ്റേഴ്സ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ അത്ര കാണുന്നില്ല, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ PE റേഷ്യോ അതുകൊണ്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മളെങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുക? ഫസ്റ്റ് കമ്പനിയുടെ കേസിൽ കുറഞ്ഞ ഏർണിങ്സിൽ തന്നെ മാക്സിമം പ്രൈസ് വന്നു അല്ലേ? അവിടെ 10 PE റേഷ്യോ. അപ്പോൾ കുറഞ്ഞ ഏർണിങ്സിൽ മാക്സിമം പ്രൈസ് വന്നു, അതുകൊണ്ട് തന്നെ PE റേഷ്യോ ഹൈ ആയി. ദെൻ യു ഡോണ്ട് ബൈ ദിസ് ഷെയർ ബിക്കോസ് ഓൾറെഡി ഷെയർ ഓവർ വാല്യൂ ആയിട്ടുണ്ട്. ദ പ്രൈസ് ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് അപ്പർ ലിമിറ്റ്. ബട്ട് മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്നാലും PE റേഷ്യോ ഹൈ ആണെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ ആ മാർക്കറ്റിന് ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നോർമലി വൈ ലുക്കിംഗ് അറ്റ് ദ PE റേഷ്യോ, ഇൻവെസ്റ്റേഴ്സ് ആർ സജസ്റ്റഡ് ടു ഗോ ഫോർ സെക്കൻഡ് കമ്പനി. സെക്കൻഡ് കമ്പനിയുടെ ഷെയർ വാങ്ങാനാണ് സജസ്റ്റ് ചെയ്യുക. ബിക്കോസ് അവിടെ PE റേഷ്യോ കുറവാണ്, PE റേഷ്യോ 6 വരുന്നുള്ളൂ. അപ്പോൾ അത് ഫ്യൂച്ചറിൽ അത് ആ നേരത്തെ കമ്പനിയുടെ പോലെ 10 എത്തിയേക്കാം എന്നുള്ളൊരു ആ എക്സ്പെക്റ്റേഷനിൽ. ബിക്കോസ് ഏർണിങ്സ് അത്ര തന്നെയാണല്ലോ, ഏർണിങ്സ് സെയിം ആണല്ലോ രണ്ട് കമ്പനിയുടെയും 0.6 അല്ലേ, അത്രയാണ് വന്നിരിക്കുന്നത്. 0.6 ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ ഏർണിങ്സിൽ കൂടുതൽ വന്നു, ഓൾറെഡി വളരെ ഹൈയിൽ പോയി ഫസ്റ്റ് കമ്പനിക്ക്, പക്ഷേ സെക്കൻഡ് കമ്പനിയുടെ അത്ര വന്നിട്ടില്ല. അപ്പോൾ ഫ്യൂച്ചറിൽ പ്രൈസ് കൂടിയേക്കാം എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനിൽ നമ്മൾ സെക്കൻഡ് കമ്പനി സജസ്റ്റ് ചെയ്യും. ഓക്കെ.